ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കായിക പ്രേമികൾക്ക് നിറഞ്ഞ ആവേശമാകുന്നു. നാടിന്റെ ചിരകാല സ്വപ്നമായിരുന്ന സ്കൂൾ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മത്സരത്തിൽ എല്ലാ ദിവസവും ഗ്യാലറി നിറഞ്ഞ് കവിയുകയാണ്. കായിക പ്രേമികൾ മൈതാനത്ത് 3 വർഷങ്ങളിൽ നിന്നാണ് കളി കാണുന്നത്. ഗ്രാമത്തിലെ ഒട്ടനവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത പ്രസിദ്ധമായ GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കിലെ പീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് ടൂർണമെന്റ് നടത്തുന്നത്. മേളയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ക്ലബിന്റെ അക്കാദമി പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിനുമാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ കാസ്കോ ചാലിശ്ശേരി, യൂണിക് മുക്കിലെ പീടിക, GCC ചാലിശ്ശേരി എന്നീ ടീമുകളാണ് മുന്നിൽ നിൽക്കുന്നത്. വ്യാഴാഴ്ച രാത്രി 8:30 അവസാന ക്വാർട്ടർ മത്സരത്തിൽ ഉദിനിപ്പറമ്പും ഡീഗോ കരിമ്പനക്കുന്നും തമ്മിൽ മത്സരിക്കും. വിജയിക്കുന്ന ടീം വെള്ളി, ശനി ദിവസങ്ങളിൽ സെമി ഫൈനലിൽ കളിക്കും. ഗ്രാമപ്രദേശങ്ങളിലെ ക്ലബ്ബുകൾ ഘാന, ഐവറി കോസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 4ഉം 5ഉം വിദേശ താരങ്ങളെയും അഖിലേന്ത്യാ ടീമുകളിലെ കളിക്കാരെ ഇറക്കി മത്സരം നടക്കുന്നതിനാൽ 3 ജില്ലകളിൽ നിന്നുള്ള നിരവധി കായിക പ്രേമികളാണ് സ്കൂൾ മൈതാനത്ത് എത്തുന്നത്. മിന്നുന്ന തകർപ്പൻ ഷോട്ടുകളും പന്തടക്കത്തിന്റെ പുത്തൻ മാജിക്കുകളും കാണികൾക്ക് ആവേശക്കാഴ്ചയാവുകയാണ്. ടൂർണമെന്റ് ഞായറാഴ്ച സമാപിക്കും. ഓരോ ദിവസവും കളി കാണുവാൻ കായിക പ്രേമികൾ കൂടി വരുന്നതിനാൽ അടുത്ത വർഷമാകുമ്പോഴേക്കും മൈതാനത്തിന്റെ എതിർവശത്തിരുന്ന് കളി കാണുവാൻ പുതിയ ഗാലറി സ്ഥലം MLA ആയ മന്ത്രി MB രാജേഷിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമവാസികൾ.